ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതവേളയിൽ ദൈവവചന കേൾവിക്കായി കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനങ്ങൾ ചൊല്ലുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി സക്രിയ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. സെരുബാബേലിൻ്റെ മുൻപിലുള്ള മഹാപർവ്വതമേ നീ ആർ, നീ സമഭൂമിയായിത്തീരും, അതിന് കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. സക്രിയ പ്രവചനം വാസ്തവത്തിൽ ഒരു പ്രവചന സാഹിത്യത്തിൽ ഉൾപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ്. പ്രവചന സാഹിത്യത്തിൽ കാണുന്ന ദർശനങ്ങൾ, അരുളപ്പാടുകൾ, വെളിപ്പാടുകൾ എന്നിങ്ങനെയുള്ള വിവിധ തരം എഴുത്തുകൾ സക്രിയ പ്രവചനത്തിലുണ്ട്. ആത്യന്തികമായി ഇത് കാണിക്കുന്നത് പീഡനം അനുഭവിക്കുന്ന ജനത്തിന് ശത്രുക്കളുടെ മേൽ അന്തിമ വിജയം വാഗ്ദാനം ചെയ്ത് ആശ്വാസം നൽകുവാനാണ് ഈ ചിത്രീകരണങ്ങൾ പലപ്പോഴും ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ വാസ്തവത്തിൽ സെരുബാബേൽ ഒരു രാഷ്ട്രീയ നേതൃത്വത്തെയും സഖറിയാവ് ഒരാത്മീയ നേതൃത്വത്തെയും കാണിക്കുന്നു. ഈ നേതൃത്വങ്ങൾ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പണിക്കായി മുൻപിലേക്ക് വരുമ്പോൾ ആലയപ്പണിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ശത്രുക്കളെയാണ് ഇവിടെ പർവ്വതമായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഇപ്പം സെരുബാബേലിൻ്റെ മുൻപിൽ ഒരു മഹാപർവ്വതം നിൽക്കുന്നു. ഈ പർവ്വതം എന്താണ് എന്ന് വെളിപ്പെടുത്തുന്നില്ല. രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് വ്യക്തമാണ്. ഒന്നുകിൽ അന്യരാജ്യത്തു നിന്നുള്ള എതിർപ്പുകൾ, ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പണിക്ക് വിരോധമായി ഉയർന്നു വരുന്ന ശത്രുരാജ്യത്തിൻ്റെ എതിർപ്പുകളെയാണ് പർവ്വതമായി ചിത്രീകരിക്കുന്നത്. അല്ല എങ്കിൽ സ്വജാതിയുടെ സ്വന്തം ജനത്തിൻ്റെ താല്പര്യക്കുറവ്, അവരുടെ ആത്മീയ പിന്മാറ്റം, ദൈവാലയത്തിൻ്റെ പണിക്ക് അർഹതപ്പെട്ടതായ സ്ഥാനം, മാനം കൊടുക്കാതെ അതിൽ നിന്ന് ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് പിന്മാറി നടക്കുന്ന ഒരു വലിയ ദൈവികമായ ജനം, ഒരു വലിയ ജനക്കൂട്ടം, ഈ രണ്ടിനാൽ ഭാരപ്പെടുന്ന പരിശുദ്ധാത്മാവ് തൻ്റെ ദാസന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഒരു മഹാപർവ്വതം നിങ്ങളുടെ ദൗത്യത്തിന് എതിരായി നിൽക്കുന്നു. അതിനെ പരിശുദ്ധാത്മാവ് പറയുന്നു, കൃപ എന്ന ആർപ്പിൻ്റെ ജയധ്വനി മുഴങ്ങുമ്പോൾ ഈ മഹാപർവ്വതം സമഭൂമിയായിത്തീരും. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് ഈ രണ്ട് നേതൃത്വങ്ങളും കാണാൻ കഴിയും. ഒരു രാഷ്ട്രീയ നേതൃത്വം, ഒരു ആത്മീക നേതൃത്വം. പലപ്പോഴും അപ്പൻ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കടന്നു വരുമ്പോൾ, കുടുംബ ജീവിതത്തിനകത്ത് ഒരു രാഷ്ട്രീയ നേതൃത്വമായി, അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അപ്പനാകുമ്പോൾ അമ്മയുടെ കയ്യിലാണ് ആത്മീക നേതൃത്വം. എവിടെയാണോ ഈ രണ്ട് കൂട്ടരും ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിനകത്ത് ഒരുപക്ഷെ നമ്മുടെ തലമുറ നാം ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ ദൈവിക കാര്യങ്ങളിൽ താല്പര്യമില്ലാത്തവരായി മാറുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, ആമീൻ, സ്തോത്രമെന്ന ശക്തിയിൽ, സ്തോത്രമെന്ന വാക്കിൽ നാം കൃപയോടുകൂടി ആമീൻ നിൽക്കുവാൻ തയ്യാറായാൽ, ജാഗരിക്കുവാൻ തയ്യാറായാൽ, ദൈവസന്നിധിയിൽ ആ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ കൺമുമ്പിൽ ഏത് തലമുറയാണോ, ഏത് വ്യക്തിയാണോ, അല്ല നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കാം, ഏത് വിഷയത്തിൻ്റെ നടുവിൽ നാം ഒരാത്മീക ഉത്തേജനത്തിനായി സ്തോത്രത്തിൽ ജാഗരിക്കുന്നുവോ, ആ സ്തോത്രത്തിൻ്റെ ശക്തി നമ്മുടെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതം പോലെ നിൽക്കുന്ന, ഉപദേശിച്ച് തളർന്നുപോയ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരം അവിടെ ഇറങ്ങുവാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, ഇവിടെ സക്കരിയാവും സെരുബാബേലും ഒരുമിച്ച് നിന്ന് ജനത്തെ എന്തെല്ലാം പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചാലും നടക്കാത്ത ഒരാത്മീയ ഉത്തേജനം പരിശുദ്ധാത്മാവ് പ്രവാചകനോട് ദൂത് പറയുന്നു. ഈ പർവ്വതത്തെ സമഭൂമിയാക്കാൻ കൃപയ്ക്ക് കഴിയും. ആ കൃപ ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുകയാണ്. അതേ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന മഹാപർവ്വതങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, രാഷ്ട്രീയ നേതൃത്വങ്ങളും ആത്മീക നേതൃത്വങ്ങളും ഒരുമിച്ച് നിന്ന് ആമേൻ ഒരുപോലെ നിന്ന് തലമുറയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തലമുറ ആത്മീയ കാര്യങ്ങളിൽ നിന്ന് പിന്മാറി ആത്മീക താല്പര്യങ്ങളിൽ കുറവുള്ളവരായി, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടവരായി, ദൈവകൃപയെ ചോദ്യം ചെയ്യുന്നവരായി മാറുമ്പോൾ ഭാരപ്പെടരുത്.
കൃപയുടെ ശക്തി പെരുകട്ടെ നമ്മളിൽ. ആ കൃപയുടെ ശക്തിക്ക് നമ്മുടെ ബുദ്ധിമണ്ഡലത്തെക്കാളുപരി, നമ്മുടെ ജ്ഞാനമണ്ഡലത്തെക്കാളുപരി, നമ്മുടെ പരിജ്ഞാനത്തെക്കാളുപരി, അതിൻ്റെ ആ നിലവാരത്തിലുള്ള വാക്കുകളേക്കാൾ ദൈവശക്തിക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്, വലിയ പ്രവൃത്തി ചെയ്യുവാൻ കഴിയും. ഇവിടെ പരിശുദ്ധാത്മാവ് പ്രവാചകനോട് ദൂത് പറയുന്നത്, ആത്മീക ശക്തിയും ആത്മീക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും കൊണ്ട് ആലയത്തിൻ്റെ പണി നടക്കത്തില്ല. ആലയത്തിൻ്റെ പണി നടക്കാൻ ദൈവശക്തിയാണ് ആവശ്യം. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ആലയം ദൈവ മനുഷ്യനാണ്. ഈ ലോകത്തിൽ കാണുന്ന ഓരോ മനുഷ്യരും ദൈവത്തിൻ്റെ ആലയമായി മാറണം. അതാണ് ദൈവത്തിൻ്റെ ഹിതം. നമ്മുടെ തലമുറ ദൈവത്തിൻ്റെ ആലയമായി തീരാൻ നമ്മുടെ ഉപദേശത്തിന് കഴിയത്തില്ല എങ്കിൽ മനസ്സിലാക്കൂ, ദൈവശക്തി അവരുടെ മേൽ പകരപ്പെടുവാൻ നാം സ്തോത്രത്തിൽ ജാഗരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ സ്തോത്രത്തിൻ്റെ ശക്തി നമ്മുടെ തലമുറയെ ദൈവത്തോടടുപ്പിക്കുവാനിടയായിത്തീരും. നമ്മുടെ തലമുറ ദൈവത്തിൻ്റെ അനുഭവത്തിലേക്ക്, ദൈവിക അനുഭവത്തിലേക്ക്, ദൈവകൃപയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊരുമിച്ച് പറയുവാൻ കഴിയും, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രൻ്റെ അടുക്കൽ വരുവാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, നാം ഒരുമിച്ച് ഐക്യതയോടെ കണ്ണുനീരോടെ സ്തോത്രത്തിൽ ജാഗരിപ്പാൻ തയ്യാറായാൽ നിൽക്കുന്ന ശത്രുശക്തികൾ, ആ ശത്രുശക്തികൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആരോ ആയിക്കോട്ടെ, ക്ഷുദ്രപ്രയോഗങ്ങളോ മന്ത്രവാദങ്ങളോ ആഭിചാരങ്ങളോ ശാപങ്ങളോ എന്തു തന്നെ ആയിക്കോട്ടെ, അവയെല്ലാം പൂർണ്ണമായി അഴിഞ്ഞു മാറുവാൻ ഇടയായിത്തീരും. പ്രഭാതത്തിൽ ദൈവവചന കേൾവിക്കായി കാതോർത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്, നമ്മളെ ഉത്തേജിപ്പിക്കുന്നത്, ആ ദൈവശക്തി ഈ നാളുകൾ പ്രാപിച്ചെടുത്ത് ആത്മീകമായി കൃപ പ്രാപിച്ച് ഈ നിൽക്കുന്ന പോരാട്ടങ്ങളുടെ മുൻപിൽ ഈ വായടച്ച് ആത്മാവിൽ ജാഗരിപ്പാൻ തയ്യാറായാൽ ദൈവപ്രവൃത്തി നമ്മുടെ തലമുറയുടെ മേൽ വെളിപ്പെടും, നമ്മുടെ കുടുംബങ്ങളിൽ വെളിപ്പെടും. പരിശുദ്ധാത്മാവ് ഈ തിരുവചനങ്ങളാൽ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.